ഇൻഷാ അല്ലാഹ് ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കി പറയാണ്. ഇമാം തൊബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അർളാ വാലിദൈഹി ഫഖദ് അർളല്ലാഹ് വമൻ അസ്ഖത വാലിദൈഹി ഫഖദ് അസ്ഖതല്ലാഹ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം, അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ അർളാ വാലിദൈഹി ഫഖദ് അർളല്ലാഹ്. ആരെങ്കിലും തൻ്റെ മാതാപിതാക്കളെ പ്രീണിപ്പിച്ചാൽ, സന്തോഷിപ്പിച്ചാൽ തീർച്ചയായും അവൻ അല്ലാഹുവിനെ സന്തോഷിപ്പിച്ചു. വമൻ അസ്ഖത വാലിദൈഹി ഫഖദ് അസ്ഖതല്ലാഹ്. ആരെങ്കിലും മാതാപിതാക്കളെ കോപിപ്പിച്ചാൽ തീർച്ചയായും അവൻ അല്ലാഹുവിനെ കോപിപ്പിച്ചു എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇനി മഹാന്മാരായ ആളുകളുടെ ഉദ്ധരണികൾ, നമ്മൾ ആദ്യം ആയത്ത് പറഞ്ഞു, പിന്നെ ഹദീസ് പറഞ്ഞു, ആയത്തും ഹദീസും കഴിഞ്ഞു. ഇനി മഹാന്മാരായ ആളുകളുടെ ഉദ്ധരണികൾ, ഇതുമായി ബിർറുൽ വാലിദൈനുമായി, മാതാപിതാക്കളോടുള്ള കടപ്പാടുകളുമായി ബന്ധപ്പെട്ട് മഹാന്മാർ എന്ത് പറയും? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ബഹുമാനപ്പെട്ടവർ പറയാണ്, ഇന്നി ലാ അഅലമു അമലൻ അഖറബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ബിദ്ദിൽ വാലിദതി. മാതാവിന് നന്മ ചെയ്യുന്നതിനേക്കാൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന മറ്റൊരു കാര്യവും എനിക്കറിയില്ല. അപ്പോ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും നല്ല കാര്യം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക, ഉമ്മാക്ക് നന്മ ചെയ്യുക, ഉപ്പാക്ക് നന്മ ചെയ്യുക. അത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഏറ്റവും വലിയ സുഹൃതമാണ്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബിർറുൽ വാലിദൈനി അൻ തബ്ദുല ലഹുമാ മാ മലക്ത വതുതീഅഹുമാ ഫീമാ അമറാക ബിഹി. മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നാൽ നിന്റെ അടുത്തുള്ള, നിന്റെ പക്കലുള്ള സമ്പത്ത് നൽകുന്നതും അവർ നിന്നോട് കൽപ്പിക്കുന്ന കാര്യങ്ങളിൽ അവരെ പൂർണ്ണമായി അനുസരിക്കുന്നതുമാണ് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, തുഖാതിബുഹുമാ കമാ യുഖാതിബുൽ അബ്ദുൽ മംലൂകു സയ്യിദ അൽ ഫല്ല. ഒരു അടിമ തൻ്റെ കഠിന ഹൃദയനായ യജമാനനോട് സംസാരിക്കുന്നത് എങ്ങനെയാണോ അത്രയും വിനയത്തോടെ വേണം നിന്റെ മാതാപിതാക്കളോട് സംസാരിക്കാൻ. അല്ലെ, ഒരടിമ തൻ്റെ യജമാനൻ എങ്ങനെയുള്ള യജമാനനാണ്? കഠിന ഹൃദയക്കാരനായ, വല്ലാത്ത ഒരു സ്ട്രോങ് ആയ ഒരു യജമാനനാണ്. അവരോട് എങ്ങനെ സംസാരിക്കും? എടാ പോടാന്ന് സംസാരിക്കോ? നിവർന്ന് നിന്ന് സംസാരിക്കോ? ഒച്ചത്തിൽ സംസാരിക്കോ? ധൈര്യത്തിൽ സംസാരിക്കോ? ഇല്ല. ഒരിങ്ങനെ കുനിഞ്ഞു നിന്ന് മെല്ലെ ഇങ്ങനെ പേടിച്ച് അതപോടെ വിറച്ച് ഇങ്ങനെ സംസാരിക്കും. അല്ലെ, അങ്ങനെയാണല്ലോ അടിമകൾ അവരുടെ യജമാനന്മാരോട് സംസാരിക്കുന്നത്. ഇപ്പോഴുണ്ടോന്ന് അറിയില്ല, എനിക്കൊരു ഡോക്ടറിനെ അറിയും, ഇപ്പോഴത്തല്ല, വർഷം മുമ്പ്
ആ ഡോക്ടർ വല്ലാത്ത സ്ട്രോങ് ആണ്. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ നേഴ്സ് അവരെല്ലാം ഈ ഡോക്ടറോട് സംസാരിക്കുന്ന രംഗം കണ്ടാൽ, ഒരു ബെല്ലടിച്ചാൽ ഈ നേഴ്സ് മറ്റേ നേഴ്സിനോട് നീ പോ, മറ്റോള് നീ പോ, പേടിച്ച് വരച്ച് ഞാൻ കണ്ട രംഗമാണ്. ഇപ്പോഴല്ല, മുമ്പ് കുറച്ച് 10-20 വർഷം മുമ്പത്തെ വിഷയമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവർക്ക് പേടിയാണ്. ആ ഡോക്ടറിന്റെ മുന്നിൽ ഈ നഴ്സുമാർ വല്ലാത്ത പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ചില ഡോക്ടർമാർ അങ്ങനെ ഉണ്ടാവും. ഇപ്പോഴങ്ങനെയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇപ്പോഴങ്ങനെ പേടിപ്പിച്ച നഴ്സ് നിൽക്കുവോ? ഇല്ല. കാലങ്ങൾ മാറി. ഇപ്പൊ ഡൽഹിയിൽ അല്ലാത്ത സമരം നടക്കുകയാണ്. വിദ്യാർത്ഥികൾ അവർക്കുള്ള സമരം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ഏതായാലും ഇന്ന് പ്രധാനമന്ത്രി മീറ്റിംഗ് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അടി കിട്ടേണ്ടവർക്ക് നന്നായി കിട്ടിയിട്ടുണ്ട്. തല പൊട്ടിയിട്ടുണ്ട്. മരിക്കേണ്ടവർ മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ സമാധാനം നിലനിൽക്കണം. നല്ല വിദ്യാഭ്യാസം, അതിന് അല്ലേ? സ്പെയിനല്ല, ഇറാന്റെ കണ്ടീഷൻ. ഇറാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഷിയാക്കളാണ്. എന്നാലും അത് ആദർശം, അത് ഷിയാക്കളാണ്. അവരെ നമ്മൾ അംഗീകരിക്കലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഷിയാക്കള്. എന്നാലും മൊത്തത്തിന് ഞാൻ പറയുമ്പോൾ അവിടെയുള്ള ആ ഇറാൻ എന്ന് പറഞ്ഞാൽ, ഇറാന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ അവർ കഴിക്കുന്ന സർവ്വ സാധനങ്ങൾ അവരുണ്ടാക്കുന്നതാണ്. ഇപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇല്ലേ, ബദാം, മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഇങ്ങനെയുള്ള സാധനമില്ലേ, ഇതെല്ലാം ക്ലാസ് നമ്പർ 1 അത് ഇറാൻ്റെതാണ്. നല്ല ക്വാളിറ്റി സാധനമാണ്. ഇറാന്റെ സാധനം തിന്നണം. ബദാം, അണ്ടിപ്പരിപ്പ്, അത്തിപ്പഴം, അടിപൊളി സാധനം. ഇറാന്റെ നമ്പർ 1 സാധനം. അത് അവര് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്നോ മറ്റുള്ള രാജ്യത്തിൽ നിന്നോ കയറ്റുമതിയല്ല, അത് അവര് തന്നെ അവിടെ ഉണ്ടാക്കുകയാണ്. ഇറാന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സാധനം പുറത്തുനിന്ന് വരുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യക്ക് എല്ലാം പുറത്ത്. ഇപ്പൊ നമുക്ക് ഇന്ത്യയില് ഇപ്പോൾ ഓരോ സംസ്ഥാനം, കേരളം, കർണാടക, തമിഴ്നാട് ഇങ്ങനെ നോക്കിയാൽ കേരളത്തിലെ കൂടുതൽ പച്ചക്കറികളും തമിഴ്നാട് നിന്നാണ് വരുന്നത്. തമിഴന്മാര് ഒന്ന് കൃഷി ചെയ്യണം. അതുപോലെ ടൊമറ്റോ അല്ലെ, ഇങ്ങനെയുള്ള സാധനം ഇത് നമ്മളെ കർണാടക അല്ലെങ്കിൽ ആന്ധ്ര, ഇവരെല്ലാം പണി മുടക്കിയാലും ഒന്നും ഉണ്ടാവില്ല. നെല്ല്, അരി, ഇങ്ങനെ ഓരോ സംസ്ഥാനത്ത് നിന്ന് വരികയാണ്. അത് നമ്മളെ ഇവിടുത്തെ വിഷയം പറഞ്ഞു. ഞാൻ ഇന്ത്യയിൽ കിട്ടുന്ന കൂടുതൽ സാധനങ്ങൾ ഇറക്കുമതിയാണ്. ഇന്ത്യക്ക് സ്വന്തമായിട്ട് എന്തുള്ളത്? നമ്മളെ ഒരുപാട് ഉയരേണ്ടതുണ്ട്. അതേസമയം ഇറാന്റെ വിദ്യാഭ്യാസം എല്ലാവർക്കും നല്ല വിദ്യാഭ്യാസം, അതവരുടെ തീരുമാനമാണ്. വിദ്യാഭ്യാസം നിർബന്ധം. ഇങ്ങനെ ലോക്കൽ വിദ്യാഭ്യാസമല്ല, നല്ല വിദ്യാഭ്യാസം, പ്രൊഫഷണൽ വിദ്യാഭ്യാസം. അപ്പൊ ആ രാജ്യത്തിന് പ്രത്യേകതയാണ്. അതേസമയം ഷിയാക്കള് അത് ആ രൂപത്തിൽ നോക്കുമ്പോൾ നമ്മുമായി യോജിക്കൂല. അത് വേറെ വിഷയമാണ്. ഞാൻ മൊത്തം ഒരു രാജ്യത്തിന്റെ വിഷയം സംസാരിച്ചതാണ്, ഓരോ വിഷയം. ഇപ്പൊ ഇറാന്റെ ഡ്രൈ ഫ്രൂട്ട്സ് തിന്നാല് നല്ല ഉഷാറായിരിക്കും, നല്ല കാശുണ്ടാവും. അപ്പോ ഇറാനെ കുറിച്ച് കുറെ പഠിക്കാനുണ്ട് നമ്മള്. അവിടെ സുന്നിയുണ്ട്, അല്പം സുന്നികള് കുറച്ച് ശതമാനമേ ഉള്ളൂ. അവർക്ക് സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഇറാനിൽ, കുറച്ചേ ഉള്ളൂ. എന്നാലും ഭൂരിഭാഗവും ഷിയാക്കളാണ്. ഏതായാലും
നമുക്ക് വിദ്യാഭ്യാസം, ഇന്ത്യയിൽ നല്ല വിദ്യാഭ്യാസം വേണം. അതിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ തല്ലുകൂടുന്നുണ്ട്. ഏതായാലും അപ്പോ ഒരു അടിമ തൻ്റെ കഠിന ഹൃദയനായ യജമാനോട് സംസാരിക്കുന്നത് എങ്ങനെയാണോ അങ്ങനെ ആ രൂപത്തിൽ നമ്മൾ എത്ര വലിയ ആളാണെങ്കിലും, പഠിച്ച് ഡോക്ടറായി, എഞ്ചിനീയറായി, അതുപോലെ വലിയ പണ്ഡിതനായി, ഖാദിയായി, ജഡ്ജിയായി, മുഫ്തിയായി, എന്നാലും ഉമ്മ തന്നെയാണ്. ഉമ്മയോട് ചെറിയ കുട്ടി സംസാരിക്കുന്നത് പോലെ നമ്മൾ സംസാരിക്കണം. അങ്ങനെയാണ്. അതാണ് ബഹുമാനപ്പെട്ട സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ മുൻഖദിർ റളിയല്ലാഹു അൻഹു പറയുന്നു, ബിത്തു ഉമിസു റിജ്ല ഉമ്മി വബാത് അഖി യുസല്ലി വമാ യസ്റുനി ലൈലതി ബിലൈലതിഹി. എന്താണ് ഇതിന്റെ അർത്ഥം? രാത്രി എൻ്റെ സഹോദരൻ നിസ്കരിക്കുമ്പോൾ, രാത്രി എൻ്റെ സഹോദരൻ നിസ്കരിക്കുമ്പോൾ ഞാൻ എൻ്റെ മാതാവിൻ്റെ കാലുകൾ തടവിക്കൊടുക്കുകയായിരുന്നു. എന്നിട്ട് പറയാണ്, ഒമാ യസ്റുനി ലൈലതി ബിലൈലതിഹി. ഇതാര് പറയുന്നത്? മുഹമ്മദിൻ മുൻഖദിർ, വലിയ മഹാനാണ്, ചില്ലറ ആളൊന്നുമല്ല. ബഹുമാനപ്പെട്ടവര് പറയാണ്, രാത്രി എൻ്റെ സഹോദരൻ നിസ്കരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉമ്മയുടെ കാലുകൾ തടവിക്കൊടുക്കുമായിരുന്നു. എന്നിട്ട് പറയാണ് ബഹുമാനപ്പെട്ടവര്, എൻ്റെ സഹോദരന്റെ നിസ്കാരത്തേക്കാൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ ആ രാത്രിയിലെ കർമ്മമാണ്. ഏത് കർമ്മം? എൻ്റെ കൈകൊണ്ട് എൻ്റെ ഉമ്മയുടെ കാല് തടവി കൊടുക്കുക എന്ന കർമ്മം. അതാണ് എനിക്ക് എൻ്റെ ജ്യേഷ്ഠൻ, എൻ്റെ സഹോദരൻ നിസ്കരിക്കുന്നതിനേക്കാളും ഏറ്റവും പുണ്യമായി ഞാൻ കണ്ടിരുന്നത്. എൻ്റെ സഹോദരൻ എൻ്റെ ഉമ്മയുടെ തൊട്ടടുത്ത് നിസ്കരിക്കുകയാണ്, രാത്രി ഇങ്ങനെ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുകയാണ്. ഞാൻ നിസ്കരിക്കാതെ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ ഉമ്മയുടെ കാല് ഇങ്ങനെ തടവി കൊടുത്ത്. അതാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അവൻ്റെ നിസ്കാരത്തെക്കാളും. ഉമ്മയുടെ മഹത്വം എത്രയാണ്! ആരാണ് മുഹമ്മദിൻ മുൻഖദിർ? വലിയ മഹാനാണ്. അതാണ് പറഞ്ഞത്, എത്ര വലിയ ആണെങ്കിലും, എത്ര വലിയ മഹാനാണെങ്കിലും, പണ്ഡിതനാണെങ്കിലും ഉമ്മയുടെ സ്ഥാനത്ത് എല്ലാം ചെറിയ കുട്ടിയെ പോലെയാണ്. ഒരു അഹങ്കാരവോ ഒരു അഹങ്കാരം ഒന്നും അവരെ മുന്നിൽ നമ്മൾ കാണിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. നാളെ നമ്മളൊരു ക്ലാസ്സിന് പോയപ്പോൾ അവിടെ ക്ലാസ് എടുക്കുന്ന ഒരു അദ്ദേഹം പറഞ്ഞു, ഓരോ വിഷയങ്ങൾ ഇങ്ങനെ അദ്ദേഹം പറയുന്ന സമയത്ത് പറഞ്ഞു, മാതാപിതാക്കളുടെ വിഷയം പറഞ്ഞപ്പോൾ പറഞ്ഞു, ഒരു സ്ഥലത്ത് ഒരു ഡോക്ടർ, അദ്ദേഹം പഠിച്ച് ഡോക്ടറായി, അപ്പം അദ്ദേഹത്തിൻ്റെ കല്യാണമാണ് അത്ര. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും പുരുഷന്മാരും സ്ത്രീകളും ക്ലാസ്സിൽ ഒന്നിച്ച് പഠിച്ച കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, സുഹൃത്തുക്കളും, എല്ലാവരും കല്യാണത്തിന് വന്നു. വല്ല വീടാണ് ഒക്കെ ഉഷാറാണ്. കല്യാണത്തിന് വന്നപ്പോ ഈ കല്യാണത്തിന് ഈ വീട്ടിൽ കൂടുതൽ ഇങ്ങനെ ഇടപെടുന്ന ഒരാളെങ്ങനെ കണ്ടു. ഒരു മനുഷ്യൻ, അദ്ദേഹം അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരികയാണ്, ഇങ്ങോട്ട് ഇടപെടാൻ അങ്ങനെ. അപ്പോ ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കള് ചോദിച്ചു, ഈ മനുഷ്യൻ ആരാണ്? ഇദ്ദേഹം സജീവമായി ഇവിടെ ഇങ്ങനെ ഇടപെടുന്നുണ്ടല്ലോ, ആരാണെന്ന് ചോദിച്ചു. അപ്പോ ഈ ഡോക്ടറായ യുവ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇത് ഇവിടുത്തെ ജോലിക്കാരൻ എന്ന് പറഞ്ഞു. അല്ലാഹ്. ആരെക്കുറിച്ച് പറഞ്ഞു? സ്വന്തം ഉപ്പയെ കുറിച്ച് സുഹൃത്തുക്കളോട് പരിചയപ്പെടുത്തുകയാണ്. അത് ഇവിടുത്തെ ജോലിക്കാരനാണത്രേ, ജോലിക്കാരനാണെന്ന് പരിചയപ്പെടുത്തി. എന്തേ അദ്ദേഹം ഈ മനുഷ്യനെ ജോലിക്കാരൻ എന്ന് പറയാനുള്ള കാരണം? ചൊർക്ക് കുറവാണ്, കവിളെല്ലാം കുറച്ച് ഒട്ടിയിട്ടുണ്ട്, നിറം കുറച്ച് കുറവാണ്, നല്ല ഡ്രസ്സൊന്നും കാണുന്നില്ല. അപ്പൊ ഇയാൾക്കൊരു ഒരു നാണക്കേട്. ഇപ്പൊ എൻ്റെ വാപ്പാന്ന് ഞാൻ അങ്ങനെ പറയാം, ഒരു കോലം ഇതൊന്നും കാണുന്ന ഒരു അട്രാക്ഷനൊന്നും ഇല്ലല്ലോ, കവിളിലൊന്നും ഇറച്ചിയൊന്നും ഇല്ലല്ലോ, ഒരു നിറമെല്ലാം കുറച്ച് കുറഞ്ഞു പോയല്ലോ, പല്ലെല്ലാം ആകെ പോയിനല്ലോ.
ഇങ്ങനെയുള്ള ഒരു അവസ്ഥ, സുബ്ഹാനല്ലാഹ് മആദല്ലാഹ്. ഓനെ സുജൂദിൽ കടത്തിയിട്ട് തന്നെ വെടിവെക്കണോ വേണ്ടയോ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. സുജൂദിൽ കടത്തിയിട്ട് തന്നെ അവനെ വെടിവെക്കണം. റുക്കുവിൽ തീരെ പറ്റൂല, സുജൂദിൽ തന്നെയാണ്. എന്നാലോ ശരിക്കും അത് കൊള്ളുള്ളൂ. ഇതിൻ്റെ അപ്പുറം ഞാൻ എന്താ പറയാ? പിന്നെ സ്വന്തം ഉപ്പയെക്കുറിച്ച് പറയാൻ, എൻ്റെ ഉപ്പയാണെന്ന് പറയാൻ നാണക്കേടുള്ള ഞാനതുകൊണ്ട് എല്ലാ ഡോക്ടർമാരെ കുറ്റം പറയല്ല. എത്ര നല്ല നല്ല ഡോക്ടർമാരുണ്ട്, ഉപ്പയെ തലയിലേറ്റി നടക്കുന്ന ഡോക്ടർമാരുണ്ട്. ഞാനിത് ഒരു ചരിത്രം, ഇത് ഡോക്ടർ ആയതുകൊണ്ട് ഉള്ള സംഭവം ഉള്ളതുപോലെ പറഞ്ഞതാണ്. ഇനി അത് എഞ്ചിനീയറും അതുപോലെ തന്നെ ഇനി പണ്ഡിതന്മാർ, അള്ളാഹു ആലം, ഏതിലുണ്ടാവാം ഇതിങ്ങനെ ഈ സംഭവം. സ്വന്തം ഉപ്പയെക്കുറിച്ച് ഉപ്പാന്ന് പറയാൻ നാണാണെങ്കിൽ സുബ്ഹാനല്ലാഹ് എന്തൊരവസ്ഥയാണ്. പിന്നെ അതേപോലെ ഉമ്മ കുറച്ച് ചൊർക്ക് കുറഞ്ഞപ്പോ ഉമ്മ എന്ന് പറയാൻ നാണക്കേടാണ്. അങ്ങനെയുണ്ടാ? സുബ്ഹാനല്ലാഹ്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. നാളൊരു പരസ്യം കണ്ടു. ഒരു പരസ്യം, ഒരു പള്ളിയിലേക്ക് നല്ല ഖതീബ് വേണം, ഹാഫിളായിരിക്കണം, നല്ല ഖറാഅത്തിൻ്റെ ഉടമയായിരിക്കണം, പിന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് അവസാനം പറഞ്ഞ് നല്ല ഭംഗിയും കൂടി വേണം, നല്ല ഭംഗിയും കൂടി ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു പരസ്യത്തിൽ കണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥയാണ്. വിവരം വേണം, അതൊന്നും എഴുതിയിട്ടില്ല, ഭംഗി വേണമെന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ബഹുമാനപ്പെട്ടവരെ അങ്ങനെ പറയാണ്. ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു രോഗിയായ ഉമ്മയെ പരിചരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിട്ട് കാണാനുള്ള അവസരം പോലും വേണ്ടെന്ന് വെച്ചു. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ മഹാനാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഡയറക്റ്റ് നേരിൽ കണ്ടിട്ടില്ല. നേരിൽ കാണാത്തത് കൊണ്ട് എന്തില്ല, സഹാബി ആയിട്ടില്ല. കാരണം താബിഈങ്ങളിൽ ഉത്തമൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ വിശേഷിപ്പിച്ചു. കാരണം മൂപ്പരെ ആ നാട്ടിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ ഉമ്മയെ പരിചരിക്കാൻ ഉമ്മയുടെ അടുത്ത് ആരുമില്ലല്ലോ. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാല് വലിയ ആഷിഖാണ്. ഹബീബായ തങ്ങളെ സ്നേഹിച്ച് മതിമറന്ന ആളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ഹബീബായ തങ്ങളെ വല്ലാത്ത ഇഷ്ക് വെച്ച്, പ്രേമം വെച്ച് സ്നേഹിച്ച മഹാനാണ്. ഉഹുദിൽ ഹബീബായ തങ്ങളുടെ മുമ്പിൽ ഷഹീദായി എന്ന് കേട്ടപ്പോ എനിക്കൊരു പല്ലും വേണ്ട എന്ന് പറഞ്ഞ് എല്ലാ പല്ലുകളും തച്ചൊടച്ച മഹാനാണ്. സ്നേഹം മനസ്സിലായോ നിങ്ങൾ? അത്രയും സ്നേഹിച്ച മഹാന് ഇവിടെയാണ് പോയിന്റ്. കാരണം അത്തരം ഹബീബായ തങ്ങളെ സ്നേഹിച്ചിട്ട് പോലും ഹബീബായ തങ്ങളെ കാണാൻ പോയിട്ടില്ല. കാരണം എന്താണ്? ഇവിടെ ഉമ്മാനെ സ്നേഹിച്ചുകൊണ്ട്, ഉമ്മക്ക് ആരുമില്ലല്ലോ, ഞാൻ ഒറ്റക്കാണല്ലോ. കാരണം ഇന്നത്തെ പോലെ പ്ലെയിനും വലക്കപ്പിണ്ണാക്കൊന്നും ഇല്ലല്ലോ. കുറേ യാത്ര ചെയ്യണം. യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പോൾ ആരുമില്ലാത്ത ഉമ്മ മരിച്ചു പോയാലോ? ഉമ്മയെ പരിചരിക്കാൻ, രോഗിയായ ഉമ്മയെ പരിചരിക്കാൻ ഞാനല്ലാതെ പിന്നെ ആരാണ്? ഉമ്മയുടെ പൊരുത്തക്കേട് എനിക്ക് ലഭിക്കുമല്ലോ. തിരിച്ചറിവ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും സ്നേഹിച്ചിട്ട് കാണാൻ പോയിട്ടില്ല. അപ്പൊ ഉമ്മയോടുള്ള സ്നേഹം എത്രയായിരിക്കും നിങ്ങൾ ഊഹിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്ത്? ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങളോടും അലിയാരി തങ്ങളോടും പറഞ്ഞു, നിങ്ങൾ ഉവൈസ് ബിൻ ആമിർ ബഹുമാനപ്പെട്ടവരെ കണ്ടാൽ നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണം. കാരണം ദുആക്ക് ഉത്തരമുള്ള ആളാണ്, വലിയ മഹാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ബിൻ ഖത്താബ് തങ്ങളോടും അലിയാരി തങ്ങളോടും വസിയത്ത് ചെയ്തു. മൂപ്പരെ കണ്ട നിങ്ങൾ ദുആ ചെയ്യിപ്പിക്കണം. നിങ്ങളെ വിചാരിച്ച പോലെ ആളല്ല, വലിയ അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ ദറജയുള്ള, ഉമ്മയുടെ പൂർണ്ണമായ പൊരുത്തം ലഭിച്ച വലിയ മഹാനാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞത്.
അപ്പൊ അത്രയും വലിയ സ്ഥാനം ലഭിക്കാൻ കാരണം ഉമ്മയുടെ പൂർണ്ണമായ പൊരുത്തം കാരണമാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അതായത് ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മകൻ, ഉമ്മയെ ചുമലിലേറ്റി ഹജ്ജ് ചെയ്ത ഒരാളോട് അദ്ദേഹം പറഞ്ഞു, ലാ വലാ ബി സഫ്റത്തിൻ വാഹിദ, ഇല്ല ഇല്ല, നീ ചെയ്ത ഈ സേവനം നിന്നെ പ്രസവിച്ചപ്പോഴുണ്ടായ ഒരൊറ്റ നടുവീർപ്പിന് പോലും പകരമാവില്ല. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മകന്, മൂപ്പരി ഉമ്മയെ ചുമലിലേറ്റി ഹജ്ജ് ചെയ്ത ഒരാളോട്, അവിടെ മക്കയിൽ ഹജ്ജിന് പോയപ്പോ ഉമ്മയെ ചുമലിലേറ്റിട്ട് ഇങ്ങനെ തവാഫ് ചെയ്യാണ്. ഹജ്ജിന് തവാഫും എല്ലാം ഉമ്മനെ ചുമലിലേറ്റിട്ട് ചെയ്തു കൊടുക്കുകയാണ്. ആ മനുഷ്യനോടാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ മകൻ അബ്ദുല്ലാഹി ഉമർ തങ്ങൾ പറഞ്ഞത്, ലാ വലാ ബി സഫ്റത്തിൻ വാഹിദ, ഇല്ല ഇല്ല, നീ ചെയ്ത ഈ സേവനം ഉണ്ടല്ലോ, ഒരുപാട് ഇപ്പൊ കഷ്ടപ്പെട്ടു ഉമ്മയെ ചുമലിലേറ്റ് നീ ഹജ്ജ് ചെയ്ത് കുറെ പ്രയാസമുണ്ടല്ലോ, ഈ സേവനം ഇത് നിന്നെ പ്രസവിച്ചപ്പോഴുണ്ടായ ഒരൊറ്റ നെടുവേർപ്പിന് പോലും പകരമാവില്ല, എവിടെ എത്തൂല. അങ്ങനെയാണ് പറഞ്ഞത്. പ്രസവം ഇപ്പൊ നമ്മള് സാധാരണ പറയാറുണ്ട് സുഖപ്രസവം, അത് പെണ്ണുങ്ങൾക്കാണല്ലോ അതിൻ്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും. നമുക്കിപ്പോൾ വായോട് സുഖപ്രസവം എന്ന് പറയാം, എളുപ്പത്തിൽ നാവുകൊണ്ടും പറയാം സുഖപ്രസവം. സുബ്ഹാനല്ലാഹ് അല്ലെ, ഒരു പ്രസവിക്കുമ്പോൾ സ്ത്രീകൾക്ക് എത്രയാണ് റബ്ബ് കൂലി രേഖപ്പെടുത്തുന്നത്, ചില്ലറയാണോ? അല്ലല്ല, ഒരുപാട് കൂലികൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ. ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹുവിന്റെ ഖുർആൻ പാരായണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ അവിടെ ഒരാൾ ഖുർആൻ ഓതുന്നത് കേട്ടു. അത് ആരാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു ആണെന്ന് മറുപടി ലഭിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കദാലിക്കൽ ബിർറു കദാലിക്കൽ ബിർറു, അതാണ് പുണ്യം, അതാണ് പുണ്യം. അദ്ദേഹം ഉമ്മയെ അത്രയധികം പരിചരിക്കുമായിരുന്നു ആ മനുഷ്യൻ. കാരണം ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങൾ സ്വർഗത്തിൽ പോയപ്പോൾ മൂപ്പരുടെ ഖുർആൻ അവിടെ കേൾക്കണമെങ്കിൽ അപ്പൊ അതിന് മറുപടി ഹബീബായ തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഇത്ര വലിയ സ്ഥാനം ലഭിക്കാൻ കാരണം ഉമ്മയെ അത്രയധികം അദ്ദേഹം പരിചരിക്കുന്ന ഒരാളായിരുന്നു എന്നുള്ളതാണ്. ഉമ്മയുടെ കാര്യത്തിൽ നമ്മൾ ഒന്നും പറയാൻ പാടില്ല. അതായത് ഇപ്പോൾ പ്രായമാകുമ്പോൾ ഇവൻ നോക്കട്ടെ അവൻ നോക്കട്ടെ, അല്ലെങ്കിൽ ഇവൻ മരുന്ന് വാങ്ങി, ആ വിഷയം നമ്മൾ സംസാരിക്കാനേ പാടില്ല. നമ്മൾ അനുജന്മാര് പെങ്ങന്മാര് അവർ ചെയ്യട്ടെ ചെയ്യാതിരിക്കട്ടെ, അതൊന്നും നമ്മൾ അവരെ ചോദ്യം ചെയ്യാൻ പാടില്ല. നീ എന്തേ നോക്കാത്തത്, നീ എന്തേ കാശ്, ഒന്നും പറയാൻ പാടില്ല. നമുക്ക് കിട്ടിയ സൗഭാഗ്യമാണ്, നമ്മൾ അതിനെക്കുറിച്ച് കാമുണ്ടാൻ പാടില്ല. നമ്മൾ ചെയ്ത് കൊടുക്കാൻ, ബാക്കി റബ്ബ് അള്ളാഹു കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹുവിന്റെ പാശ്ചാത്താപം, താബഈ പണ്ഡിതനായ ഇബ്നു ഔൻ റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ വിളിച്ചപ്പോൾ അദ്ദേഹം ഉറക്കെ മറുപടി നൽകി. ഉമ്മ ഇങ്ങനെ വിളിച്ചപ്പോ ഉറക്കെ മറുപടി ഉച്ചത്തിൽ നൽകി. ഈ ശബ്ദം ഉയർന്നതിൽ സങ്കടപ്പെട്ട് അദ്ദേഹം 2 അടിമകളെ മോചിപ്പിച്ചു. അന്ന ഉമ്മഹു നാദതുഹു ഫഅജാബഹാ
ഫഅലാ സൗതുഹു സൗതഹാ ഫഅതഖ റഖബതൈനി. ഉമ്മ വിളിച്ചപ്പോ ഇങ്ങനെ ഉച്ചത്തിൽ മറുപടി, ഇങ്ങനെ പെട്ടെന്ന് ഉച്ചത്തിൽ മറുപടി കൊടുത്തുപോയി. അപ്പൊ മൂപ്പരെന്നെ ബേജാറയോ, ഞാൻ ഉമ്മയുടെ മുമ്പിൽ വർക്ക് സംസാരിച്ചു പോയല്ലോ. അതിന് പകരമായി എന്ത് ചെയ്തു? 2 അടിമകളെ മോചിപ്പിച്ചു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ഹൈവത്ത് ബിനു ശുറൈഹ് റളിയല്ലാഹു അൻഹു വലിയ പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവര്, ഈ ഹദീസ് പണ്ഡിതനാണ്. മുപ്പര് തൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഉമ്മ വന്ന് പറയുമായിരുന്നു, എന്ത്? ഹൈതു, എഴുന്നേറ്റ് പോയി കോഴികൾക്ക് തീറ്റ കൊടുക്കൂ. വലിയ പണ്ഡിതനാണ് മൂപ്പര്. കുറെ ശിഷ്യന്മാരുണ്ട്. ഇങ്ങനെ ദർശനം നടത്തുമ്പോ ഉമ്മ ഇങ്ങനെ വീട്ടിൽ നിന്ന് വരും. വന്നിട്ട് പറയും, മോനെ, കോഴികളുണ്ട് വീട്ടിൽ, തീറ്റ കൊടുക്കുന്ന പറയും. സുബ്ഹാനല്ലാഹ്. അത് പറയേണ്ട താമസം മൂപ്പര് ചെറിയ കുട്ടികൾ പോകുന്നത് പോലെ കിതാബ് അവിടെ പൂട്ടി നേരെ വീട്ടിലോട്ട് പോകും. എന്നിട്ട് കോഴിക്ക് ഭക്ഷണം കൊടുക്കും. ഞാൻ വലിയ പണ്ഡിതനാണ്, ഇതിന്റെ മുന്നിൽ എത്ര കുട്ടികളാണ്, ഞാനിവിടെ ദർശനം നടത്തല്ലേ, എന്താ ഇങ്ങനെ വിളിക്കുന്നത്? നിങ്ങൾ പരിസരബോധമല്ലേ ഉമ്മ? വേറെ നിങ്ങൾക്ക് ചെയ്തുകൂടെ? വേറെ ആരില്ലേ? എന്തിനാണ് എന്നെ ഇടങ്ങേറെയ്യുന്നത്? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മൂപ്പരെന്ത് ചെയ്യും? ഉമ്മ പറയേണ്ട താമസം വീട്ടിൽ പോയി കോഴിക്ക് തീറ്റ കൊടുത്ത് മൂപ്പരൻ തിരിച്ചു വരും. ഖും യാ ഹൈവതു ഫഅൽഖി ശഈറ ലിദ്ദജാജ് ഫയഖൂമു വയത്റുകുൽ ഹൽഖ. അതിന്റെ മലയാളമാണ് ആദ്യം പറഞ്ഞത്. മനസ്സിലായ? അല്ലോ, എന്തൊരു അവസ്ഥയാണ് അവരെ ജീവിതം. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു സൈനുൽ ആബിദീൻ, ബഹുമാനപ്പെട്ടവര്, ഉമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കാത്തതിന്റെ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ആര്? സയ്യിദ ശബാബ് അഹ്ലിൽ ജന്ന ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. അലി റളിയല്ലാഹുവിന്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു. അപ്പോ ബഹുമാനപ്പെട്ടവര്, അവരുടെ മകൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു ഉമ്മയോടൊപ്പം ഭക്ഷണം കഴിക്കാത്തതിന്റെ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു, അഖാഫു അൻ തസ്ബിഖ യദി ഇലാ മാ സബഖത് ഇലൈഹി ഐനുഹാ ഫഅകൂന ഖദ് അകത്തുഹുമാ. എന്താണ്? അവര് കഴിക്കാൻ കണ്ണുവെച്ച ഒരു ഉരുളയിലേക്ക് ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ ഇതാക്കി വെക്കുമല്ലോ, അതിലേക്ക് അറിയാതെ എൻ്റെ കൈ നേരത്തെ എത്തിപ്പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു. അത് അവരോടുള്ള അവഗണനയാകുമല്ലോ. മനസ്സിലായോ? എന്തൊരു ഇതാണ്. ഞാനും ഉമ്മയോട് ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പാത്രത്തിൽ ഭക്ഷണം കഴിക്കുകയാണല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഉമ്മ എടുക്കാൻ ഉദ്ദേശിച്ച സ്ഥലം, ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ എടുക്കാൻ ഉദ്ദേശിച്ച സ്ഥലമായിരിക്കാം പെട്ടെന്ന് എടുക്കുക. അപ്പോൾ ഉമ്മക്കൊരു പ്രയാസമായി പോയാലോ, ഉമ്മക്ക് ഒരു വിഷമമായാലോ. ഒരു പാത്രത്തിൽ 2-3 ആൾക്കാർ, ഇപ്പോൾ അറബികൾ ഗൾഫിലെല്ലാം പോയാൽ അങ്ങനെയാണല്ലോ, വലിയ പാത്രത്തിൽ 4 ആൾക്കാർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. ഇപ്പം മന്തിയെല്ലാം കഴിക്കല്ലേ, കബ്സ അല്ലേ, ഹജ്ജിന് പോയവർക്ക് അറിയും. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ മൂപ്പര് പറയാണ്, ഞാൻ ഉമ്മയെ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ ആദ്യം ഉമ്മ എടുത്ത് രണ്ടാമത് എടുക്കാൻ നോക്കിയ സ്ഥലം അവിടെ ആ ഭക്ഷണമായിരിക്കും ഞാൻ എടുക്കുക. അപ്പോൾ ഉമ്മക്കൊരു പ്രയാസമായാലോ. അപ്പം
അത്രയും അവരെ സൂക്ഷ്മത പാലിച്ചിരുന്നു എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹം ഉമ്മയുടെ വാതിൽക്കൽ നിന്ന് സ്ഥിരമായി പറയുമായിരുന്നു, റഹിമക്കല്ലാഹു കമാ റയ്യൈതിനി സഈറാ, റഹിമക്കില്ലാഹു, ഉമ്മയോടല്ല, റഹിമക്കില്ലാഹു കമാ റബ്ബൈതിനി സഈറാ, ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ എന്നെ വളർത്തിയതുപോലെ അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഉമ്മ തിരിച്ചു പറയും ജസാക്കല്ലാഹു ഖൈർ എന്ന് ഉമ്മ തിരിച്ചു പറയും. ഇയാസ് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കരച്ചിൽ, തന്റെ ഉമ്മ മരിച്ചപ്പോൾ ഇയാസ് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു ഒരുപാട് കരഞ്ഞു, വളരെയധികം കരഞ്ഞു. അപ്പൊ കാരണം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖാനലി ബാബാനി മഫ്തൂഹാനി ഇലൽ ജന്ന ഫഉലിക അഹദുഹുമാ, എനിക്ക് സ്വർഗത്തിലേക്ക് 2 വാതിലുകൾ തുറക്കപ്പെട്ടിരുന്നു. അതായത് മാതാപിതാക്കൾ, ഉമ്മയും ഉപ്പയും. അതിലൊന്ന് ഇപ്പോൾ അടക്കപ്പെട്ടുപോയി. സുബ്ഹാനല്ലാഹ്. ഉമ്മ മരിച്ചപ്പോൾ പറഞ്ഞതാണ് ബഹുമാനപ്പെട്ടവര്. ആര്? ഇയാസ് ഇബ്നു മുആവിയ റളിയല്ലാഹു അൻഹു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, 8-5 ആയല്ല, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു യാത്രക്ക് അനുവാദം തേടുന്നു. ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇൽമ പഠിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ഉമ്മയുടെ സമ്മതത്തിന് ഇങ്ങനെ കാത്തു നിന്നു. ഉമ്മയുടെ അനുവാദം ലഭിച്ചതിന്റെ ശേഷം മാത്രമേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. അങ്ങനെ ഉമ്മ അനുവാദം കൊടുത്തു, ദുആ ചെയ്തു, വിട്ടു. ഇമാം ഷാഫിഈ തങ്ങൾ പറയുകയാണ്, ഞാൻ ഇത്രയും വലിയ സ്ഥാനത്തേക്ക് എത്താൻ കാരണം ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു എൻ്റെ ഉമ്മയുടെ ആ ഒരു അനുഗ്രഹം, ഒരു പ്രാർത്ഥന ലഭിച്ച കാരണം കൊണ്ടാണ്. അത്രയും ഇമാം ഷാഫിഈ തങ്ങൾ ഉമ്മയെ വല്ലാത്ത സ്നേഹിച്ച ഒരു മഹാനാണ്. ഉമ്മയുടെ പൂർണ്ണമായ കുരുത്തവും പൊരുത്തവും കിട്ടിയൊരു മകനാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട അബൂ അബ്ദുറഹ്മാൻ അൽ ഹനഫി റളിയല്ലാഹു അൻഹു രാത്രിയിൽ ഉമ്മയെ പരിചരിക്കുന്നത് തഹജ്ജുദ് നിസ്കാരത്തേക്കാൾ പുണ്യമുള്ളതാണെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഖിയാമി അലാ ഉമ്മി ലൈലതൻ അഹബ്ബു ഇലയ്യ മിൻ ഖിയാമി ലൈലത്തിൻ ബിൽ ഖുർആൻ, ഒരു രാത്രി മുഴുവനും ഖുർആൻ ഓതി നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ഒരു രാത്രി എൻ്റെ ഉമ്മയെ പരിചരിക്കുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട അബൂ അബ്ദുറഹ്മാൻ അൽ ഹനഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ബഹുമാനപ്പെട്ട ഇമാം സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഹുമാനപ്പെട്ടവര് അദ്ദേഹം തൻ്റെ ഉമ്മയുടെ കൈ ചുംബിക്കുമായിരുന്നു. എന്നിട്ട് അതിന് കാരണം പറഞ്ഞത്, ഉമ്മയുടെ കൈ, സുഫിയാൻ ഇബ്നു ഉയൈന എന്ന് പറഞ്ഞാൽ വലിയ മഹാനാണ്, ഒരു സംശയമില്ല. മൂപ്പര് എല്ലാ ദിവസവും ഉമ്മയുടെ കൈ പിടിച്ച് ചുംബിക്കും, മുത്തം നൽകും. എന്നിട്ട് മൂപ്പര് പറയും, ഞാനിങ്ങനെ ചെയ്യുന്നത് ഇത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള പുണ്യകർമ്മമാണ്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു. മുഹമ്മദ് ബിൻ സിരീൻ റളിയല്ലാഹു അൻഹു അല്ലെ, സ്വപ്ന വ്യാഖ്യാനം പറയുന്ന വലിയ മഹാനാണ്. ബഹുമാനപ്പെട്ടവർ ഇബ്നു സിരീൻ റളിയല്ലാഹു അൻഹു ഉമ്മയോട് സംസാരിക്കുമ്പോൾ വളരെ താഴ്ന്ന സ്വരത്തിൽ സംസാരിക്കും, മെല്ലെ സംസാരിക്കും, മെല്ലെ അതവോടെ പതുക്കെ സംസാരിക്കുള്ളൂ. അപ്പൊ ഇത് കേൾക്കുന്ന ആളുകൾ ഇങ്ങനെ പരസ്പരം പറയും, മൂപ്പർക്ക് എന്താ അസുഖങ്ങളുണ്ടോ, ഇതിങ്ങനെ ഉമ്മയോട് ഇങ്ങനെ സംസാരിക്കുന്നത്, അസുഖം മറ്റാറ്റുണ്ടോ, അസുഖം റാഹത്തില്ലേ, മൂപ്പര് ഇങ്ങനെ ഒരു അസുഖം പിടിച്ച ആൾക്കാരെ പോലെ എന്തേ സംസാരിക്കുന്നത്, എന്തെങ്കിലും അസുഖാറ്റുണ്ടോ എന്ന് ഇത് കാണുന്നവർ കേൾക്കുന്നവർ പറയുമായിരുന്നു. ഖഅന്നഹു മരീദുൻ
ഇൻദ ഉമ്മിഹി തഅളീമൻ ലഹാ. മനസ്സിലായ? അത് ഉമ്മയെ എന്താണ് ബഹുമാനിച്ചു കൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. ബഹുമാനപ്പെട്ട കഹ്മ ബിൻ സുബുൽ അൽ ഹസൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം രാത്രി ഉമ്മ കിടക്കുന്നതിന് മുമ്പ് ആ കിടക്കയിൽ ഒന്ന് കിടക്കുമായിരുന്നു. ഉമ്മ കിടക്കുന്ന ബെഡ് ഉണ്ടല്ലോ, ബെഡ് എന്താണ് ആ പുതപ്പ്, അവിടെ ഉമ്മ കിടക്കുന്നതിന് മുമ്പ് മകനായ മൂപ്പരിങ്ങനെ കിടക്കും. അപ്പോ എന്തിനാണ് ചോദിച്ചു. ഉമ്മ കിടക്കുന്ന സ്ഥലമാണല്ലോ, നിങ്ങൾ ആദ്യം പോയി ഇങ്ങനെ കിടക്കുകയാണെന്ത്. അപ്പൊ മൂപ്പര് പറഞ്ഞു, കിടക്കയിൽ വല്ല കല്ലുകളോ മുള്ളുകളോ ഉണ്ടോ എന്ന് നോക്കി എൻ്റെ ഉമ്മാക്ക് പ്രയാസമില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഞാൻ ചെയ്യാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം ചെയ്യും. കല്ലും മുള്ളും എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലാണിത്. ഇന്നത്തെ ഇപ്പോൾ ഇങ്ങനെയുള്ള നല്ല പുതിയ ആപ്പളുടെ ബെഡ്റൂം പോലത്തെ ബെഡ്റൂമല്ല, അന്നത്തെ കാലാണല്ലോ. അപ്പം അങ്ങനെ കിടക്ക എന്ന് പറഞ്ഞാൽ ഒരു പുതപ്പും അങ്ങനെയുള്ള ഒരു ധരിക്കും. അപ്പം മൂപ്പര് ആദ്യം കിടക്കുന്നത് എന്തിനാണ്? കല്ലോ മുള്ളോ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ. അപ്പോൾ അതെല്ലാം ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് മൂപ്പര് കിടക്കുക. നമ്മളെന്നത് നമ്മുടെ സ്വന്തം ഉമ്മാക്ക് നമ്മളിപ്പോൾ നല്ല ബെഡും കാര്യങ്ങളും നല്ല അടിപൊളി. നമ്മളെ റൂമിൽ എ സി ഉണ്ടാവും. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, നമ്മളെ റൂമിൽ, മകൻ്റെ റൂമിൽ എ സി ഉണ്ടാകും, നല്ല റൂം, നല്ല വൃത്തി ഉണ്ടാവും, നല്ല അടിപൊളി ബെഡ്, ബെഡ്ഷീറ്റ്, തലയണ എല്ലാം അങ്ങനെ ഒന്നൊന്നരയാവും. അതേസമയം ഉമ്മയുടെ റൂമിൽ പോയി നോക്കിയാല അവിടെ വൃത്തിയുണ്ടോ? അവിടെ ബെഡ്, അത് ബനു ഇസ്രായേലിൽ വാങ്ങിയതാണ്. ബനു ഇസ്രായേൽ കാലഘട്ടത്തിൽ വാങ്ങിയ ബെഡ്, അത് പിന്നെ മാറ്റിയിട്ടേ ഇല്ല. അതിൽ കിടന്ന് പുറം വേദന. സുബ്ഹാനല്ലാഹ്. ഉമ്മൊന്നും പറയൂല. പിന്നെ ബെഡ്ഷീറ്റ് അത് അലക്കി വാഷ് ചെയ്ത് ബനു ഇസ്രായേലിൻ്റെ സമയത്താണ്. തലയണ മോശമായി, അത്തരി അരപ്പും ഒരു അരപ്പാളിനെ പോലെയാണ് തലയണ. ആ രൂപത്തിലുള്ള ഒരു തലയണ വാസനയായി. ഇതൊന്നും ശ്രദ്ധിക്കാറില്ല മക്കളായ കൂടുതൽ ആളുകളും. നമ്മുടെ മാതാപിതാക്കളുടെ ബെഡ്റൂം നല്ല പുതിയാപ്പളയുടെ ബെഡ്റൂം പോലെ ആയിരിക്കണം. അത്രയും വൃത്തിയും ശുദ്ധിയും നീറ്റ്നെസ് ആയിരിക്കണം. ഒരാളെ വീട്ടിൽ പോയാൽ നമ്മൾ മനസ്സിലാവും, ഒറ്റ ഒരു നോട്ടത്തിൽ മനസ്സിലാവും. ഉമ്മയുടെ ബെഡ്റൂം നോക്കിയാൽ മനസ്സിലാവും ഈ മക്കൾക്ക് ഉമ്മയോട് സ്നേഹം ഉണ്ടാവും ഇല്ലയോ. ഒറ്റടിക്ക് മനസ്സിലാവും. ഒരു റൂമിലൊന്ന് പോയി നോക്കിയാൽ മതി. അതേസമയം ഇവന്റെ റൂം എന്ന് പറഞ്ഞാൽ ഇവന്റെ റൂമിൽ ഇവന്റെ ഭാര്യയെല്ലാം ഉണ്ടാവുമല്ലോ. അവൾക്കെല്ലാം എന്താ സംവിധാനം, സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അറ്റാച്ച് ബാത്റൂം, എല്ലാം നല്ല സംവിധാനം. ഉമ്മയുടെ ഡ്രസ്സാ, ഇവനിക്ക് ഡ്രസ്സ് വെക്കാൻ നല്ല കപ്പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഉമ്മാന്റെ ഡ്രസ്സ് എങ്ങനെയാണ്? മറ്റേ ഇതുണ്ടല്ല, മറ്റേ കാർബോർഡ് പെട്ടിയിൽ വെച്ച് താഴെ കട്ടിലിൻ്റെ താഴെ അങ്ങനെ വെക്കല. നിങ്ങൾ അങ്ങനെയാണ്. ആറ്റിങ്ങൾ ഉമ്മൊന്നും പറയില്ലല്ലോ. അതല്ല നമ്മൾ അവരൊന്നും പറയൂല. അവർക്ക് ഫ്രൂട്ട്സും മറ്റു സാധനമെല്ലാം നമ്മൾ വാങ്ങിക്കൊടുക്കണം. നമ്മളിപ്പോൾ ഭാര്യമാർക്ക് എന്തൊക്കെയോ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഉമ്മ എന്ന് ചോദിക്കൂല നമ്മളോട്, എനിക്ക് അതൊന്നും വേണ്ടാന്ന് പറയും. നമ്മൾ വാങ്ങി മുറിച്ച് നമ്മൾ വായിലിട്ട് കൊടുക്കണം. തിന്നുവര് ഉറപ്പ് തിന്നു. നിങ്ങൾ ചെയ്ത് നോക്ക്. അത് ബേസല്ല, അവരൊന്നും തിന്നൂല. അതൊന്നും വേണ്ട അവർക്ക്. ഡ്രസ്സ് അവർക്ക് ബേസല്ല വേണ്ട. ചെരുപ്പ് അവർക്ക്, ഷൂ അതൊന്നും ബേസല്ല. അതൊന്നും ആവശ്യമില്ല. നല്ല ഫുഡ് അതൊന്നും ആവശ്യമില്ല. ഒന്നും ആവശ്യമില്ല. പിന്നെന്ത് ഒലക്കി ആവശ്യം? അവർക്കൊരു ഇപ്പോൾ ചില ഉമ്മമാർക്ക് ആഗ്രഹം ഉണ്ടാവും ഇങ്ങനെ എന്താണ് വയത് കേൾക്കാനും. ഇപ്പോൾ യൂട്യൂബിലെല്ലാം നല്ല നല്ല വയതുകളും ക്ലാസ്സുകളെല്ലാം ഉണ്ടല്ലോ. അത് നിങ്ങൾക്ക് ബസ് ആൾക്ക് എന്ത് മൊബൈല്, എന്ത് വയത്? നിങ്ങൾ നാളെ ഖബറിലപ്പോണ്ട ആളല്ലേ. അവൻ്റെ വിചാരം എന്താ? ഇവന് കുറേ വർഷം ജീവിക്കുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ പിറ്റേന്ന് മരിക്കും എന്നുള്ളത് അവനക്ക് അറിയില്ല.
ഇതെല്ലാം നമ്മളൊരു മക്കളെ വിലയിരുത്താൻ ഉമ്മയുടെ റൂം നോക്കിയാൽ മതി. ഉമ്മയുടെ ബാത്റൂം അറ്റാച്ച് ബാത്റൂം. ഞാൻ പറഞ്ഞു, മക്കൾക്കും മരുമക്കൾക്കെല്ലാം അറ്റാച്ച് ബാത്റൂം. ഈ ഉമ്മ ആ റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങി ആ മറ്റേ ബാത്റൂം, അങ്ങനെ കുറേ അടിങ്ങേറായി. ആ ബാത്റൂം കഴുകാറുണ്ടോ? അങ്ങനത്തെ വിഷയത്തിലില്ല. അതിൽ ഉമ്മ മാത്രമേ പോകാറുള്ളൂ. ഇങ്ങനെയുള്ള ഒരവസ്ഥയാണ്. പിന്നെ നമുക്ക് എന്ത് ഈമാൻ? അള്ളാഹു അവരുടെ പൂർണ്ണമായ കുരുത്തവും പൊരുത്തവും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉമ്മയുടെ ഡ്രസ്സുകൾ നമ്മൾ അയൺ ചെയ്യണം, വാഷ് ചെയ്യണം. എന്നൊരു നാണക്കേട് ഉണ്ടാകാനേ പാടില്ല. കാര്യങ്ങളൊക്കെ ഉമ്മയോട് പറയാം. ഉമ്മയോട് എന്ത് ഒളിപ്പിക്കുന്നതിന്? പറഞ്ഞാലെന്ത്? ഉമ്മ ഞാനിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ ഇന്നലെ പോന്നതാണ്. പോകുന്നതിന് മുമ്പേ ഒന്ന് പറയണ്ടേ? ഞാനിപ്പോൾ അജ്മീറിൽ എത്തിയിട്ടുണ്ട്, ഇന്നലെ എത്തിയതാണ്. അന്നതിന് മുമ്പേ പറയേണ്ടതല്ലേ? ഉമ്മയോട് പോയി കണ്ട് പൊരുത്തം വാങ്ങി കൈ ചുംബിച്ച് തലയിലും തടവി നമ്മളെ അയക്കേണ്ടതല്ലേ? നമുക്ക് ടൈമില്ല, നേരമില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ്. പിന്നെ എന്ത് പൊരുത്തം, എന്ത് സ്വർഗം? നിങ്ങൾ ആ സ്വർഗം അങ്ങനെ കാത്തു നിന്നോളി, കിട്ടും നിങ്ങൾക്ക് പറഞ്ഞത് എന്നോടാണ് ആദ്യം, പിന്നെയാണ് നിങ്ങളോടുള്ള സംസാരം. സുബ്ഹാനല്ലാഹ്. അബൂ ഇസ്ഹാഖ് അൽ ജുസാജ് റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, പ്രശസ്ത പണ്ഡിതനാണ്. മൂപ്പര് ഉമ്മ മരിച്ചപ്പോൾ ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലെ കരഞ്ഞ് ആളുകൾ ഇങ്ങനെ ആശ്വസിപ്പിച്ചു. എന്തിനാ ഇങ്ങനെ ഇങ്ങനെ ചെറിയ കുട്ടി ഇങ്ങനെ കരയുന്നത് പോലെ ഇങ്ങനെ കരയന്നെ. ഇപ്പൊ ആളുകളെ ആശ്വസിപ്പിച്ചു. മൂപ്പര് പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനാ കവാടമാണ് ഇന്ന് അടക്കപ്പെട്ടത്. അല്ലെ, മുഅ്മിനിന്റെ വജ്രായുധമാണ് ദുആ എന്ന് ഹബീബായ പ്രാർത്ഥനയാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ്. അതിലേറ്റവും വലിയ ഉമ്മയുടെ ദുആ ആണ്. ഉമ്മാനെ കൊണ്ട് എങ്ങനെ ദുആ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കണം നമ്മൾ. ഉമ്മയാണ്. അവരെ ദുആ കഴിഞ്ഞിട്ടാണ് നമ്മുടെ മജ്ലിസിൻ്റെ എല്ലാം ദുആ. ഉമ്മയുടെ പൊരുത്തമില്ലാതെ നമ്മൾ ഇവിടെ വന്ന് ദുആ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് അടത്താനും പോകുന്നില്ല, മനസ്സിലായ? അപ്പൊ അവരെ കൊണ്ട് നമ്മൾ ദുആ ചെയ്യിപ്പിക്കണം. മൂപ്പര് പറഞ്ഞെന്താണ്? വലിയ മഹാനാണ് മൂപ്പര്. ഉമ്മ മരിച്ചപ്പോൾ ചെറിയ കുട്ടി കരയുന്നത് പോലെ കരഞ്ഞു. ആളുകൾ ഇങ്ങനെ ആശ്വസിച്ചിപ്പം പറഞ്ഞു, ഞാൻ എങ്ങനെ കരയാതിരിക്കും? എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനാ കവാടമാണ് ഇന്ന് അടക്കപ്പെട്ടത്. അത് അടഞ്ഞുപോയി. ഇനി ഉമ്മ ഇല്ലല്ലോ, എനിക്ക് ദുആ ചെയ്യാൻ ഉമ്മയില്ല. ഉമ്മ മരിച്ചുപോയല്ലോ. ഇനി എനിക്ക് ആര് ദുആ ചെയ്തു തരും? എന്താണ് അവരെ വിശ്വാസം? സുബ്ഹാനല്ലാഹ്. അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. ഇവയിൽ ഒരുപാട് ചരിത്രമുണ്ട്. മൂപ്പര് യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ അദ്ദേഹം ആദ്യം പോയി തൻ്റെ ഉമ്മയെ സന്ദർശിക്കുമായിരുന്നു. അതിനുശേഷമേ സ്വന്തം വീട്ടിലേക്ക് പോകുകയിരുന്നുള്ളൂ. ബഹുമാനപ്പെട്ട ശൈഖുന ശറഫുൽ ഉലമ ഉസ്താദിൻ്റെ വീട്ടിലാണ് ഉസ്താദിൻ്റെ ഉമ്മ ഉണ്ടായിരുന്നത്. 1983 ഉസ്താദ് കാഞ്ഞങ്ങാട് വീട് കെട്ടിയത്. 83. അപ്പം അന്ന് മുതലേ ഉസ്താദിൻ്റെ ഉമ്മ ബി ഫാത്തിമ ഹജ്ജുമ്മ, എൻ്റെ ഉപ്പയുടെ ഉമ്മ, എന്താണ് അവര് നമ്മളെ കാഞ്ഞങ്ങാട് വീട്ടിൽ അന്ന് 83 വന്നതാണ്. വഫാത്ത് വരെ ആ വീട്ടിൽ തന്നെയായിരുന്നു. ഉസ്താദ് വീട്ടിൽ വന്നാൽ നേരെ ഉമ്മ കിടക്കുന്ന റൂമിലേക്ക്, ഉസ്താദിൻ്റെ ഉമ്മ കിടക്കുന്ന റൂമിലേക്ക് ആദ്യം പോവും. ഈ കൊണ്ടുവന്ന സാധനമെല്ലാം എന്ത് ചെയ്യും? ആ ബെഡിൽ വെക്കും. ഉമ്മയോട് കുറച്ച് സംസാരിച്ച് പിന്നെ ഉസ്താദിൻ്റെ റൂമിലേക്ക് പോകും. പിന്നെ അവിടുന്ന് വരുമ്പോൾ തലയിൽ ഇങ്ങനെ പിടിച്ച് ഊതും. ചിലപ്പോൾ വിദേശത്ത് പോകുന്ന സമയത്ത് എന്തെങ്കിലും ചില്ലറ പൈസ ഉസ്താദിൻ്റെ ഉമ്മയോട് ഉസ്താദ് ഇങ്ങനെ വാങ്ങും. 10 രൂപ അല്ലെങ്കിൽ ചില്ലറ എന്തെങ്കിലും വാങ്ങും ബർക്കത്തിന്. അതുകൊണ്ട് അത് എല്ലാവർക്കും അറിയുന്നതാണ്, നാട്ടുകാർക്കും കുടുംബക്കാർക്കും എല്ലാവർക്കും അറിയും. ഷറഫുൽ ഉലമ ഉസ്താദിൻ്റെ ഉമ്മയെ എങ്ങനെ ആദരിച്ചു, ബഹുമാനിച്ചു, സ്നേഹിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയും.
അത്രയും വലിയ സ്നേഹമായിരുന്നു എന്ന് മാത്രമല്ല, ഉസ്താദ് ഷറഫുൽ ഉലമ ഉസ്താദിന്റെ ഉമ്മ മരണം വരെ തഹജ്ജുദ് നിസ്കരിക്കായിരുന്നു. ഞാൻ കുറെ കണ്ടതാണ്, ഞാൻ കേട്ടതല്ല, കണ്ട കാര്യമാണ്. അപ്പോ ഉസ്താദിന് വേണ്ടി എപ്പോഴും ദുആ ചെയ്യും. പേരൊന്നും വിളിക്കൂല, എൻ്റെ മൊയിലാർ എന്നാണ് വിളിക്കല്. സ്വന്തം ഉമ്മ മകനെ ബഹുമാനിച്ചുകൊണ്ട് വിളിക്കാൻ എൻ്റെ മൊയിലാർ എന്നേ വിളിക്കും, പേരൊന്നും വിളിക്കൂല. എന്നിട്ട് എപ്പോഴും ദുആ ചെയ്യും. ഞാൻ എത്രയോ കേട്ടിട്ടുണ്ട്, തഹജ്ജുദിന്റെ സമയത്ത് ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യുന്നു, സ്വന്തം മകന് വേണ്ടി ദുആ ചെയ്യുന്നു. ആ ഒരു ദുആ എല്ലാം കാരണം കൊണ്ടാണ് ഉസ്താദ് 9ാമത്തെ വയസ്സിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പഠിക്കാൻ വേണ്ടി. ഷറഫുൽ ഉലമ ഉസ്താദ് 9ാമത്തെ വയസ്സിൽ, 9 വയസ്സാണ്, ചെറിയ കുട്ടിയല്ലേ, അന്നിങ്ങനെ ദേശാടനം നടത്തിയതാണ്. ദർസ് പഠിക്കാൻ വേണ്ടി തിരുവട്ടൂർ എന്ന് പറഞ്ഞാൽ കണ്ണൂർ, പയ്യന്നൂർ, തളിപ്പറമ്പ്, അവിടെ പോയി. ആദ്യം കൊണ്ടങ്കേരിയിൽ, പിന്നെ കൊണ്ടങ്കേരിയിൽ 9ാമത്തെ വയസ്സിൽ പോയി. പിന്നെ അവിടെ നിന്നാണ് തിരുവട്ടൂർ, പിന്നെ അവിടെ നിന്നാണ് താജുൽ ഉലമാന്റെ സമീപത്ത് വരുന്നത്. അപ്പോ ഉസ്താദ് തന്നെ പറയാറുണ്ട്, ഞാൻ ഈ ദർസിൽ പോയതിൻ്റെ ശേഷം, 9ാമത്തെ വയസ്സിൽ ദർസിൽ പോയല്ലോ, അതിൻ്റെ ശേഷം ഞാൻ റവാത്തിബ് സുന്നത്ത് നിസ്കാരം മുടക്കിയിട്ടില്ല എന്ന്. ഇവിടെ ഉസ്താദുമാരോടൊക്കെ പറയാറുണ്ടായിരുന്നു മീറ്റിങ്ങിലും മറ്റേതെല്ലാം, നമ്മൾ സുന്നത്ത് നിസ്കാരം ആദ്യം നിസ്കരിക്കണം, എന്നിട്ടല്ലേ കുട്ടികളെ നമ്മൾ കണ്ടുപഠിക്കുക. മുത്താലിമീങ്ങൾ നമ്മളിങ്ങനെ നിസ്കരിക്കാതെന്നാൽ ഉസ്താദിന് നിസ്കാരവും ജമാഅത്തും എല്ലാം വല്ലാത്തൊരു കാര്യമായിരുന്നു, ബദരീങ്ങൾ ഇതെല്ലാം. അപ്പോൾ ഉസ്താദ് പറയാണ്, ഞാൻ 9ാമത്തെ അന്ന് തുടങ്ങിയതാണ് റവാത്തിബ് സുന്നത്ത് നിസ്കാരം, ഇന്ന് വരെ ഞാൻ മുടക്കിയിട്ടില്ല. ളുഹറിന് മുമ്പ്, ശേഷം അസ്റിന് മുമ്പ്, സുബഹിൻ്റെ മുമ്പ്, ഇങ്ങനെ മഗ്‌രിബ് ഇശാ ഇതിൻ്റെ മുമ്പ് ശേഷം എല്ലാം നിസ്കാരമല്ലോ, സുന്നത്ത് നിസ്കാരം, ദുഹാ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, ഇതെല്ലാം മുറ പോലെ ഉസ്താദ് നിർവഹിച്ചിരിക്കുന്നു എന്നുള്ള നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ വല്ലാത്ത കർക്കശമാണ്. കുടുംബത്തെ നന്നായി നോക്കുന്ന ഒരാളായിരുന്നു ഷറഫുൽ ഉലമ ഉസ്താദ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഉസ്താദിനും പൂർണ്ണമായ പൊരുത്തം, ഉമ്മയുടെ പൊരുത്തം പൂർണ്ണമായും ലഭിച്ചു എന്നുള്ളതാണ്. ഉസ്താദും ഷറഫുൽ ഉലമ ഉസ്താദും ഉസ്താദിന്റെ ഉമ്മയും 1990 ഹജ്ജിന് പോയപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഞാൻ ആ ഹജ്ജിന് പോയത് തന്നെ ഉമ്മയുടെ ഖിദ്മത്തിന് വേണ്ടിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഉസ്താദ് പറയാണ്, നമ്മൾ ആഴ്ച ദർസ് നടത്താണല്ലോ, ദർസിൽ ഉസ്താദ് താജുൽ ഉലമ അവിടെ നിന്ന് പഠിച്ച്, അതിൻ്റെ ശേഷം ദൈബന്ദ്, യുപിയിലെ ദൈബന്ദ് നിന്ന് 1 വർഷം പഠിച്ച് നേരെ ഉസ്താദ് താജുൽ ഉലമ മുദരിസായി അയച്ചത് ഉജിറയിലേക്കാണ്. ഉജിറ, ബെൽത്തങ്ങാടി ഹുജിറ, എത്ര ദൂരമുണ്ട്? കാഞ്ഞങ്ങാടും ബെൽത്തങ്ങാടി എത്ര ദൂരമുണ്ട്? 200 കിലോമീറ്റർ ദൂരമുണ്ട്. ഇപ്പം കാഞ്ഞങ്ങാട് നിന്ന് ഇവിടത്തേക്ക് 10-80 കിലോമീറ്റർ ഉണ്ട് അൽമദീനയിലേക്ക്. ഇവിടെ നിന്നും 100-ഓളം കിലോമീറ്റർ ഉണ്ട് ഉജിറയിലേക്ക്, 100ൻ്റെ അടുത്തുണ്ട്. അപ്പോൾ അവിടെ 5 വർഷം. അതിൻ്റെ ശേഷം ദേലമ്പാടിയിൽ 3 വർഷം. ദേലമ്പാടിയിൽ എന്ന് പറഞ്ഞാൽ ബസ് ഇറങ്ങി 5 കിലോമീറ്റർ നടക്കുക, 5 കിലോമീറ്റർ തോട്ടത്തിലൂടെ നടക്കാനുണ്ട്, മനസ്സിലായ? അവിടെ ദർസ്. അപ്പോൾ ഉസ്താദ് പിന്നെ അതിൻ്റെ ശേഷം മഞ്ഞനാടി പള്ളിയിൽ 25 വർഷം ദർസ് നടത്തി. അതിൻ്റെ ശേഷം അൽമദീനയിൽ 25 വർഷവും ഉസ്താദ് ഈ സ്ഥാപനം ഉണ്ടാക്കി. ഇതിൻ്റെ ശില്പിയാണ്. ഇവിടെയും 25 വർഷം. അപ്പം മഞ്ഞനാടിയിൽ 50 വർഷം ഉസ്താദ് ഉണ്ടായിരുന്നു. അവിടെ താഴെ ജമാഅത്ത് പള്ളിയിൽ 25 വർഷം, ഇവിടെ 25 വർഷം. അപ്പോൾ ഉസ്താദ് പറയാണ്, നമ്മൾ ആഴ്ചയിൽ 1 പ്രാവശ്യം വരും, ബാക്കി മുഴുവനും ദർസിലാണല്ലോ. അപ്പോൾ ഉമ്മയുടെ ഖിദ്മത്ത് വേണ്ടതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് ഉസ്താദ് എന്ത് ചെയ്തു, 1990 സ്വന്തം ഉമ്മയെ കൂട്ടി ഹജ്ജിന് പോയി. അപ്പോൾ എന്തിനാണ് ഹജ്ജിന് പോയത്? ഉമ്മയുടെ പൂർണ്ണമായ ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി. ഇന്നത്തെ പോലെ ഒരു 20 ദിവസത്തിൽ ഹജ്ജിന് പോയി വരില്ലല്ലേ, 2-3 മാസമെല്ലാം ഉണ്ടാവുമല്ലോ അന്നത്തെ ഹജ്ജ്. 3 മാസം മുഴുവനും ഉമ്മയെ
പൂർണ്ണമായി ഖിദ്മത്ത് ചെയ്തു. പൂർണ്ണമായി ഉമ്മയുടെ ഡ്രസ്സടക്കം അവിടെ അലക്കി. ഉമ്മാക്ക് പൂർണ്ണമായും ഖിദ്മത്ത് ചെയ്തു സ്വന്തം ഉമ്മാക്ക്. എന്നിട്ട് പറഞ്ഞു, ഉസ്താദ് പറഞ്ഞു, ഞാൻ 1990 ആ ഹജ്ജിന് പോയി ചോദിച്ച എല്ലാ കാര്യങ്ങളും റബ്ബ് എനിക്ക് തന്നു. ഇവിടെ ഈ സ്ഥാപനം തുടങ്ങുന്നത് 94 അന്ന് അവിടെ നിന്ന് ചോദിച്ചതാണ് ഹബീബായ തങ്ങളുടെ മുന്നിൽ. അവിടെ നിന്ന് ചോദിച്ചതാണ്. എനിക്ക് യതീം മക്കളോട് വല്ലാത്ത സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്. ആ യതീം കുട്ടികളെ ഒന്ന് സംരക്ഷിക്കാൻ വല്ലാത്ത ആഗ്രഹം. കാരണം ഹബീബായ തങ്ങൾ യതീം കുട്ടിയാണല്ലോ, അതാണ് ഉസ്താദിന് ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ചെറിയ സ്ഥാപനം സംരക്ഷിക്കാൻ നല്ല ഇഖ്ലാസോടെ 1994 ഉണ്ടാക്കി. ഇന്നിപ്പോ 34 വർഷമായല്ലേ. അപ്പൊ അന്ന് 90 മനം ഉരുകി ഉസ്താദ് അള്ളാഹുവിനോട് ദുആ ചെയ്തു, ഹബീബായ തങ്ങൾക്ക് സമർപ്പിച്ചു. അപ്പൊ ഉസ്താദ് പറയുന്നത്, ആ 90 ഉമ്മാക്ക് ഖിദ്മത്ത് ചെയ്ത് ആ ഹജ്ജ്, അതിൽ ചോദിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് റബ്ബ് തന്നു എന്ന് ഉസ്താദ് പറഞ്ഞു. അന്ന് മിനായിൽ, ഇന്നത്തെ പോലെ അല്ലല്ലോ, അന്ന് മിനായിൽ തീ പിടിച്ച് ഉസ്താദിൻ്റെയും ഉമ്മയുടെ സർവ്വ എല്ലാം കത്തി നശിച്ചിന്. ഇവരൊന്നും ആയില്ല, സാധനെല്ലാം പൊള്ളി കത്തി നശിച്ചിരുന്നു. മനസ്സിലായോ? ഉസ്താദിൻ്റെ ഉമ്മ പ്രായമായിട്ടും നല്ല ഡ്രസ്സിൽ, നല്ല മാലിയും അലിക്കത്തും വളയും അതെല്ലാം ഇടണം. നല്ല നീറ്റായി കാണണം, നല്ല ഡ്രസ്സ് ഇട്ടിട്ട് അവിടെ ഇരിക്കണം. ഉസ്താദിൻ്റെ ഉമ്മയെ ഉസ്താദ് ഇതാണ്. ബേസ് കാലത്ത് നല്ല സ്വർണങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ആളെ മുമ്പിൽ ഒന്നും ഇല്ലാത്ത ഒരു ഉമ്മാക്കൊരു വിഷമം, പ്രയാസം അങ്ങനെയൊന്നും ഉസ്താദ് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അത്രയും ഉമ്മയെ ആദരിച്ച് ബഹുമാനിച്ച് സ്നേഹിച്ച് ആ ഒരു പൊരുത്താണ് ഉസ്താദിന് ലഭിച്ചത്. അള്ളാഹു അവരെയും നമ്മെയും സ്വർഗീയ ആരാമത്തിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ യാത്ര കഴിഞ്ഞ് അബൂ മുസ്ലിം അൽ ഖൗലാനി റളിയല്ലാഹു അൻഹു യാത്ര കഴിഞ്ഞ ഉടനെ നേരെ ഉമ്മയുടെ അടുത്ത് പോയി. അവിടെ നിന്ന് ഇങ്ങനെ പൊരുത്തം വാങ്ങിയാണ് അടുത്ത റൂമിൽ അല്ലെങ്കിൽ വീട്ടിലോട്ട് വരാറുള്ളത്. അപ്പോഴാണ് ഈ വിഷയം പറഞ്ഞത് ശറഫുൽ ഉലമ ഉസ്താദ്. നേരെ വന്നാൽ ഉസ്താദിൻ്റെ ഉമ്മയുടെ റൂമിലേക്ക് പോകും. എന്ത് തിരക്ക് എന്തുണ്ടെങ്കിലും, സുബ്ഹാനല്ലാഹ്, എന്ത് കാര്യങ്ങളും ഉമ്മയുടെ പൂർണ്ണമായ സമ്മതം. ഉസ്താദിൻ്റെ ഉമ്മ വേണമെന്ന് പറഞ്ഞാലും ഓക്കെ, ഇല്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കും. അത്രയാണ്. എന്ത് കാര്യമാണെങ്കിലും അങ്ങനെ ചെയ്യും. ഉസ്താദ് ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു, ചെറിയ പ്രായത്തിൽ, ചെറിയെന്ന് പറഞ്ഞാൽ ഇത് 10 വയസ്സിലാന്ന് തോന്നുന്നു, 9 വയസ്സിലാ 10 വയസ്സിലാ. ഈ ഇതുണ്ടല്ലോ, കടലാസ് കൊണ്ട് ബീഡി ഉണ്ടാക്കി കത്തിച്ചിട്ട് ഉസ്താദ് ഇങ്ങനെ കടലാസ് കൊണ്ട് കുട്ടികൾ ഇതല്ലേ, ഈ കടലാസ് കൊണ്ട് ഇങ്ങനെ ബീഡി പോലെ ഉണ്ടാക്കി ഇതിങ്ങനെ വലിക്കുകയാണ്. അതിലൊന്നുമില്ല, പുക ഒന്നുമില്ല, കടലാസല്ലേ. അത് ഉമ്മ കണ്ട്, ഉസ്താദിൻ്റെ ഉമ്മ കണ്ടപ്പോൾ നടുപ്പുറത്ത് ഒരൊറ്റ അടി. അന്ന് ഉസ്താദ് അത് അവിടെ കളഞ്ഞതാണ്. പിന്നെ ജീവിതത്തിൽ ഈ ബീഡി നോക്കിയിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. വലിച്ചിട്ടില്ല എന്നല്ല, ആ ഭാഗം നോക്കിയിട്ടേ ഇല്ല. സിഗരറ്റോ ബീഡിയോ നോക്കിയിട്ടേ ഇല്ല, പിന്നല്ലേ വലിക്കുന്നത്. മനസ്സിലായ? അപ്പൊ അത്രത്തോളം ഉമ്മയെ വല്ലാത്ത മഹബത്ത് വെച്ച് വല്ലാത്ത സ്നേഹിച്ച് ഉസ്താദിൻ്റെ ഉമ്മ വഫാത്താകുന്ന സമയത്ത് ഉസ്താദൻ നല്ല കലിമെല്ലാം ചൊല്ലിക്കൊടുത്ത് നല്ല റാഹത്തോടെയാണ് ഉസ്താദിൻ്റെ ഉമ്മ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. അള്ളാഹു അവരെയും നമ്മെയും സ്വർഗീയ ആരാമത്തിൽ ഹബീബായ തങ്ങളോടൊപ്പം അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ജുറൈജ് റളിയല്ലാഹുവിന്റെ ചരിത്രം, ബനു ഇസ്രായേൽ, എത്ര 8:28 നമ്മൾ നിർത്താൻ പോവാണ്. ബനു ഇസ്രായേൽ ഗോത്രത്തിൽപ്പെട്ട ഒരു വലിയ ആരാധകനായിരുന്നു ജുറൈജ് റളിയല്ലാഹു അൻഹു. അപ്പോ അദ്ദേഹം ഒരു പള്ളി, ആ പള്ളിയിൽ
ആരാധന ഇബാദത്തിൽ മുഴുകാറുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം നിസ്കരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹത്തിന്റെ ഉമ്മ അവിടെ വന്ന് വിളിച്ചു. ഉമ്മ ഇങ്ങനെ, ഇദ്ദേഹം എപ്പോഴും നിസ്കാരത്തിലാണ്. അപ്പോൾ ഉമ്മ വന്നിങ്ങനെ വിളിച്ചു. അപ്പോൾ ഉമ്മ വിളിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, നിസ്കാരത്തിലാണല്ലോ, എൻ്റെ രക്ഷിതാവേ, എൻ്റെ നിസ്കാരവും എൻ്റെ ഉമ്മയും എന്തിനാണ് ഞാൻ ഉത്തരം നൽകേണ്ടത്? നിങ്ങൾക്ക് ആ ഉത്തരം നൽകേണ്ടത് ഉമ്മാക്കാണോ? ഇങ്ങനെ മനസ്സിലിങ്ങനെ തോന്നി മൂപ്പർക്ക്. അങ്ങനെ മൂപ്പരെന്ത് ചെയ്തു? നിസ്കാരം ഇങ്ങനെ തുടർന്നു. ഉമ്മ ഇങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ വിളിച്ച് ആവർത്തിച്ചു, യാ ജുറൈജ് താൽ, ജുറൈജ് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം ഇങ്ങനെ വിളിച്ചിട്ട് ഉത്തരം കിട്ടാതെ വന്നപ്പോൾ വിഷമത്തോടെ ഉമ്മ പ്രാർത്ഥിച്ചു. ഇതെല്ലാം നിങ്ങൾക്ക് അറിയുന്ന ചരിത്രമാണ്. അല്ലാഹുമ്മ ലാ തുമിത്ഹു ഹത്താ യൻദുറ ഇലാ വുജൂഹിൽ മൂമിസാത്ത്. അല്ലാഹുവേ, വേശ്യകളുടെ മുഖം കാണുന്നതുവരെ നീ ഇവനെ മരിപ്പിക്കരുതേ റബ്ബേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്തു. പിന്നീട് ഒരു വേശ്യ പെണ്ണ് ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ ചതിയിൽപ്പെടുത്താൻ ശ്രമിക്കുകയും അത് നടക്കാതെ വന്നപ്പോൾ ഒരു ആട് ഇടയനുമായി ബന്ധപ്പെട്ട് ശാരീരിക ബന്ധത്തിൽ ഈ വേശ്യ ഏർപ്പെട്ട് അതിലുണ്ടായ കുഞ്ഞിനെ ജുറൈജ് റളിയല്ലാഹുവിന്റെ കുഞ്ഞാണെന്ന് ആരോപിക്കുകയും ചെയ്തു. അങ്ങനെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾക്ക് അറിയുന്ന ചരിത്രമാണ്, ഈ എൻ്റെ വയറ്റിലുള്ള കുട്ടി ആരെന്നറിയോ? ആ ജുറൈജുണ്ടല്ലോ, കള്ളനായിട്ട് അവിടെ നിസ്കരിക്കുന്ന, നിങ്ങളെ മുന്നിൽ വല്ല ഔലിയല്ലേ? നിസ്കാരവും അതാ മൂപ്പരാണ്. മൂപ്പര് പരിപാടി നടത്തിയതാണ്. ഇപ്പൊ ഇങ്ങനെ എൻ്റെ വയറ്റിൽ ഗർഭം, ഈ കുട്ടി നിങ്ങളെ മുന്നിൽ ഔലിയാന്ന് മൂപ്പര്, പക്ഷേ മൂപ്പര് കള്ളനാണെന്ന് പറഞ്ഞു. ആളുകൾ കാള പെറ്റിന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്നത് പോലെ ആൾക്കാർ ഇറങ്ങിയല്ലേ മൂപ്പര് ആരാധനകൾ കല്ലെറിഞ്ഞ് അടിച്ച് പൊടിച്ച് പൊടിപൊടിയാക്കി, അതെല്ലാം തരിപ്പണമാക്കി കളഞ്ഞു. അതുമാത്രമല്ല, മൂപ്പരങ്ങനെ അടിച്ച് കോളറ പിടിച്ച് അടിച്ച് ചവിട്ടി മൂപ്പരെ ചെയ്യേണ്ടതൊക്കെ ചെയ്തവര്. ഫസ്റ്റ് കിട്ടുമ്പോൾ അങ്ങനെയല്ല. അങ്ങനെ ഈ സത്യം തെളിയിക്കാൻ വേണ്ടി ജുറൈജ് റളിയല്ലാഹു അൻഹു കുഞ്ഞിനോട് ചോദിച്ചു. അപ്പൊ ജുറൈജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്തിനാണ് ഇങ്ങനെ? ഞാനൊരു നിരപരാധിയാണ്, എനിക്കൊരു വേശ്യായി ബന്ധമില്ല, ഈ പെണ്ണിനെ എനിക്ക് അറിയില്ല, ഞാൻ അനാവശ്യം ചെയ്തിട്ടില്ല, ഞാൻ അള്ളാഹിനെ പേടിച്ച് ജീവിക്കുന്ന ഒരാളാണ്, എന്തിനാണ് എന്നെ ആക്രമിക്കുന്നത്, തല്ലുന്നത്? നിങ്ങൾ എന്നെ വെറുതെ വിടൂ. അപ്പൊ അവര് പറഞ്ഞു, ഇങ്ങനത്തെ കുറെ കള്ളന്മാരെ നമ്മൾ കണ്ടതാണ്, ഇതൊന്നും വില പോവില്ല എന്ന്. പിന്നെ അവർ അടിച്ച്. അപ്പോ ബഹുമാനപ്പെട്ട ജുറൈജ് തങ്ങൾ പറഞ്ഞു, പ്ലീസ് നമുക്ക് പ്രശ്നം പരിഹരിക്കാം, ആ കുട്ടിയോട് തന്നെ ചോദിക്കാമല്ലോ. അപ്പൊ അവര് പറഞ്ഞു, ജുറൈജ്, നീ ആരോടാണ് സംസാരിക്കുന്നത്? ഒട്ടും പൊട്ടും തിരിയാത്ത സംസാരിക്കാൻ ആ അവസരമെത്താതെ കുട്ടി സംസാരിക്കുവോ? നീ ആരോടാണിത്? തലക്ക് എന്തോ പറ്റിയോ? നീ ബോധത്തോടെയാണോടോ ജുറൈജ് സംസാരിക്കുന്നത്? വയറ്റിലുള്ള കുട്ടി സംസാരിക്കോ? നീ എന്ത് പൊട്ടത്തരാണ് പറയുന്നത്? എന്ത് ചെറ്റത്തരാണ് നമ്മളോട് പറയുന്നത്? അപ്പൊ ജുറൈജ് തങ്ങൾ പറഞ്ഞു, പ്ലീസ് ഞാൻ ഒന്ന് പറയുന്നത് നിങ്ങൾ കേൾക്ക്, കുട്ടിയോട് ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടി ഈ വേശ്യാപ്പെണ്ണിന്റെ സമീപത്ത് പോയി. ജുറൈജ് റളിയല്ലാഹു അൻഹു ഒരുപാട് ആളുകളുണ്ട്. എന്നിട്ട് കുട്ടിയോട് ചോദിച്ചു, ഓ കുട്ടി, ആരാണ് നിന്റെ പിതാവ്? യഥാർത്ഥ പിതാവ് ആരാണ് നിന്റെ? പറയൂ മോനു കുട്ടി. അപ്പോ ആ പൈതൽ സംസാരിച്ചു, ഇന്നാലിന്ന ആട്ട് ഇടയനാണ്, പേരടക്കം പറഞ്ഞു. ഇന്നാലിന്ന സ്ഥലത്ത് ആട്ട് ഇടയനാണ് എൻ്റെ പിതാവ്. എന്നിട്ട് അത് മാത്രമല്ല, എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും എൻ്റെ പിതാവല്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്ത ആളാണെന്ന് പറഞ്ഞു. കുട്ടി സംസാരിക്കുകയാണ്. അപ്പൊ ആളുകളെല്ലാം അങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. ആളുകളെല്ലാം ഇദ്ദേഹത്തെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. സുബ്ഹാനല്ലാഹ്. എത്രത്തോളം അവർ പറഞ്ഞു, നിങ്ങളുടെ പള്ളി സ്വർണം കൊണ്ട് നമ്മൾ നിർമ്മിച്ചു തരാമെന്ന് പറഞ്ഞു. പള്ളിയെല്ലാം അടിച്ച് പൊടിപൊടിയാക്കിയതല്ലേ.
ആ പള്ളി സ്വർണം കൊണ്ട്, ഓ ജുറൈജ് തങ്ങളെ തെറ്റുപറ്റിപ്പോയി, അറിയാതെ സംഭവിച്ചതാണ്, മാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചുവോ, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുത്താണ്, നിങ്ങൾക്ക് സ്വർണം കൊണ്ട് പള്ളി കെട്ടിത്തരാൻ നമ്മൾ തയ്യാറാണ്, വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ജുറൈജ് തങ്ങൾ പറഞ്ഞു, സ്വർണം കൊണ്ടൊന്നും വേണ്ട, എനിക്ക് പള്ളി വേണം, ഒരു മണ്ണ് കൊണ്ട് നിർമ്മിച്ചാൽ മതി, എനിക്ക് ഇബാദത്ത് ചെയ്യണമല്ലോ, അതിൻ്റെ കാര്യമാണല്ലോ, എനിക്ക് നിങ്ങളോടൊരു വെറുപ്പോ ഒന്നുമില്ല, ഒരു ഇതുമില്ല, എനിക്ക് പള്ളി വേണം, മണ്ണ് കൊണ്ട് നിർമ്മിച്ചാൽ മതി എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവർ മണ്ണ് കൊണ്ട് പള്ളി നിർമ്മിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാൻ കാരണം ഉമ്മയുടെ ഒരു ദുആയാണ്. അയാൾക്ക് അദ്ദേഹത്തെ അടികിട്ടി എന്തൊക്കെയോ ആയി, ജുറൈജ് തങ്ങൾ ആയല്ലോ. അപ്പോൾ അങ്ങനെയാണ്, ഉമ്മയുടെ ദുആ വലിയൊരു വിഷയമാണ്.